ഹായ് ഗായ്സ്, വെൽക്കം ടു ഗ്രോവൈസ് പ്രൈവറ്റ് ട്യൂട്ടറിംഗ്. എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷൻസുമായിട്ടാണ്. പേര് കേൾക്കുമ്പോൾ അല്പം ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പെയർസ് ഓഫ് ഇക്വേഷൻസ്. എന്താണ് ഒരു പെയർസ്? പെയർസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് 2 ആണല്ലേ. അതായത് ഒരു ജോഡി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. രണ്ടെണ്ണം ഉള്ളതിനെയാണ്. ഇപ്പോൾ നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ പെയർ ആയിട്ടാണല്ലേ വാങ്ങിക്കുന്നത്. ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് ഇട്ടോണം നടക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് രണ്ടെണ്ണം വേണം. സോ അതിനെയാണ് നമ്മളൊരു പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതും ഇക്വേഷൻസിൻ്റെ പെയർസാണ്. ചിലപ്പോൾ ഒരു ഇക്വേഷൻ കാണാം, അല്ലെങ്കിൽ പെയർസ് ഓഫ് ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് കാണാം. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതുന്നത് എന്ത് വെച്ചിട്ടാണെന്നറിയോ? ഓൾജിബ്ര വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഓൾജിബ്രയെക്കുറിച്ച്. കുറേ പേർക്കൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ. ഓൾജിബ്ര എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ വേരിയബിൾസ് എന്ന് വെച്ചാൽ ഈ എക്സും വൈയും ഒക്കെ. അപ്പോൾ ഈ എക്സും വൈയും വെച്ചൊക്കെ നമ്മൾ എഴുതുന്ന ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ എക്സും വൈയും വെച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സും വൈയും വെച്ചിട്ട് നമ്മൾ ഓരോ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് സോൾവ് ചെയ്ത് നമ്മൾ ആ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കും. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും നോക്കിക്കോ. നമ്മുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? എന്തെങ്കിലും മനസ്സിലായോ? There are 100 beads. അതായത് നമുക്കൊരു ബോക്സ് ഉണ്ടല്ലോ, ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ ഒരു 100 മുത്തുകളുണ്ട്. ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകൾ, 100 മുത്തുകളുണ്ട്. അതിൽ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. അതായത് കറുപ്പ് നിറത്തിലുള്ളതും ഉണ്ട്, വൈറ്റ് നിറത്തിലുള്ളതും ഉണ്ട്. ഇനി നമുക്ക് വേറെ എന്താ? ഇതിൻ്റെ എണ്ണം പറയുന്നില്ല. എത്ര ബ്ലാക്ക് ഉണ്ടെന്നോ എത്ര വൈറ്റ് ഉണ്ടെന്നോ നമ്മളോട് പറയുന്നില്ല. നമ്മളോട് പറയുന്നത് ആ ബോക്സിൽ മൊത്തത്തിൽ ഒരു 100 ബീഡ്സ് ഉണ്ട്, 100 മുത്തുകളുണ്ട്. പിന്നെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് നമ്മുടെ ബ്ലാക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൈറ്റ് എന്ന് പറയുന്നത് ഒരു 5 വെച്ചോ, വൈറ്റ് 5 വെച്ചോ, അതിൻ്റെ കൂടെ ഒരു 10 കൂട്ടുന്നതായിരിക്കും നമ്മുടെ ബ്ലാക്കിൻ്റെ എണ്ണം. അതായത് 5 + 10 15 ആയിരിക്കും നമ്മുടെ ബ്ലാക്കിൻ്റെ എണ്ണം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ. അതായത് എത്രയാണോ നമ്മുടെ വൈറ്റ് അതിനേക്കാൾ 10 കൂടുതലാണ് നമ്മുടെ ബ്ലാക്കിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ബോക്സിൽ എത്ര ബ്ലാക്കും എത്ര വൈറ്റും ബീഡ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ബോക്സിലുള്ളത് 100 ബീഡ്സ് ആണ്. അതിൽ ബ്ലാക്കും വൈറ്റും ഉണ്ട്. ബ്ലാക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വൈറ്റിൻ്റെ എണ്ണത്തേക്കാൾ 10 കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും എണ്ണം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 വേരിയബിൾ അറിയാം, എക്സും വൈയും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സും വൈയും രണ്ടെണ്ണവും എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചില ഇക്വേഷൻസിൽ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രം മതി. പക്ഷേ ചിലയിടത്ത് നമുക്ക് എക്സും വൈയും വേണം. അതെങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുക? നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയേ. 10 മോർ ബ്ലാക്ക്. അതായത് ഇവിടെ വൈറ്റും ബ്ലാക്കും കൂടെ കമ്പയർ ചെയ്താണ് പറയുന്നത്. വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കേസിൽ, അതായത് ഒരെണ്ണത്തെ വെച്ചിട്ട് മറ്റൊരെണ്ണത്തെ നമ്മൾ കമ്പയർ ചെയ്യും. അതായത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വൈറ്റിനേക്കാട്ടി 10 കൂടുതലാണ്, അല്ലെങ്കിൽ 10 കുറവാണ്, 10 ലെസ്, അല്ലെങ്കിൽ എന്താ പറയുക 10 ടൈംസ് ദാൻ വൈറ്റിനേക്കാൾ 10 മടങ്ങാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഈ ദാൻ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിലോ, മോർ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിലോ, ലെസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ രണ്ടെണ്ണം കമ്പയർ ചെയ്യുവാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വേരിയബിൾ മാത്രമേ ഉപയോഗിക്കൂ. അതാണ് നമ്മുടെ എക്സ്. ഓക്കെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം വിട്ടേക്കാം. നമുക്കിത് പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ കമ്പയർ ചെയ്താണ് പറയുന്നതെങ്കിൽ, അതായത് അവിടെ ഉള്ള 2 സംഭവങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, കുറവോ കൂടുതലോ ഇത്ര മടങ്ങാണ്, അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നമ്മളവിടെ എക്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. There are 100 beads black and white in a box. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അത് എഴുതാലോ. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. നമുക്ക് മൊത്തം എത്ര ബീഡ്സ് ഉണ്ട്?
100 അല്ലേ, 100 ബീഡ്സ് ഉണ്ട്. ഇനി 10 more black than white. അപ്പം ഇവിടെ നമ്മൾ എന്തിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അതായത് നമ്മുടെ വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക് എന്നല്ലേ പറയുന്നത്. അപ്പോൾ വൈറ്റ് എത്രയെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിലൂടെ 10 കൂട്ടിയിട്ട് ബ്ലാക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആ വൈറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്ന? എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു സ്റ്റെപ്പാണ് ലെറ്റ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. നമ്മൾ ഈ സ്റ്റെപ്പ് എപ്പോഴും ഈ പാഠത്തിൽ എഴുതണം കേട്ടോ. വൈറ്റ് ബീഡ്സ് എക്സ് എന്നും വിളിക്കും, അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡ്സിൻ്റെ എന്തായിരിക്കും? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലൂ തന്നിട്ടുണ്ട്. എത്രയാ? ബ്ലാക്ക് ബീഡ്സ്. അതായത് വൈറ്റ് ബീഡ്സിനെ കാട്ടി 10 കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ്, അതിന് കൂടെ 10 കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ 10 ആഡ് ചെയ്യും. സോ എക്സ് പ്ലസ് 10. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ഉണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണത്തെ എക്സ് ആയിട്ട് എടുത്തു. വൈറ്റ് ബീഡ്സിനെ എക്സ് ആയിട്ട് എടുക്കും. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുമ്പോൾ എക്സിനെയും കാട്ടി 10 കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 10. ഓക്കെ, ഇനി എന്താ പറയാ? ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കിട്ടി എക്സ് ആണ്, ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം കിട്ടി എക്സ് പ്ലസ് 10 ആണ്. അപ്പം നമുക്ക് ടോട്ടൽ ബീഡ്സ് ഉണ്ട്. അതായത് ടോട്ടൽ ബീഡ്സ് എങ്ങനെ നമ്മൾ എഴുതുക? വൈറ്റും ബ്ലാക്കും രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ബീഡ്സിൻ്റെ എണ്ണം കിട്ടും അല്ലേ. അപ്പം അതിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അതിലുള്ള ടോട്ടൽ ബീഡ്സിൻ്റെ എണ്ണം കിട്ടും. നമുക്ക് ഓൾറെഡി ടോട്ടൽ ബീഡ്സിൻ്റെ എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. എത്ര അത്? 100 അല്ലേ. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് ടോട്ടൽ ബീഡ്സിൻ്റെ എണ്ണം 100 ആണെന്ന്. അപ്പോൾ നമ്മുടെ വൈറ്റ് എക്സ് ആണ്, ബ്ലാക്ക് 10 കൂടുതലാണ് വൈറ്റിനേക്കാൾ. സോ എക്സ് പ്ലസ് 10 ആണ് സീക്വൽ ടു ടോട്ടൽ ബീഡ്സ്. ടോട്ടൽ ബീഡ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിവിടെ 2 എക്സ് ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്യും. അപ്പം ഒരെക്സും അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 2x പ്ലസ് ഈ 10 നമ്മൾ അതേപോലെ അങ്ങ് ഇടും. എന്നിട്ട് ഈ 100ഉം അതേപോലെ ഇടും. ഇനി നമ്മൾ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട അത് മാത്രം നമ്മൾ ലെഫ്റ്റ് ഇട്ടിട്ട് ബാക്കി എല്ലാം നമ്മൾ അപ്പുറത്തോട്ടുണ്ടോ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം. സോ അത് മാത്രം ലെഫ്റ്റിലിട്ടിട്ട് ബാക്കി എല്ലാം റൈറ്റിലോട്ട് പോകും. സോ നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് നമ്മളിവിടെ 2x എഴുതും, എന്നിട്ട് അപ്പുറത്ത് 100 ഉണ്ട്, അത് അതേപോലെ ഇടും. ഇവിടുത്തെ പ്ലസ് 10നെ ആദ്യം അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്ലസ് 10 ഈക്വൽ സൈൻ്റെ അപ്പുറത്താവുമ്പോൾ -10 എന്നാവും. അപ്പോൾ 2x is equal to 100 minus 10 നമുക്ക് 90 കിട്ടും. ഇനി അതിൽ നിന്ന് എക്സ് മാത്രം മതി. അപ്പോൾ എക്സിൻ്റെ കൂടെ ഇവിടെ 2നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അത് നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആവും. പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആവും. ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷൻ ആവും. ഡിവിഷൻ ആണെങ്കിൽ അത് ഇൻറ്റു ആവും. അങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് ആയിട്ട് അത് മാറും. സോ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ ഇപ്പുറം പോകുമ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 90/2 45. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് നമുക്ക് എത്ര കിട്ടി? വൈറ്റ് ബീഡ്സിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചിരുന്നത്. സോ അത് നമുക്ക് 45 എന്ന് കിട്ടി. ഇനി ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതിയല്ലോ. എന്താണ്? എക്സ് പ്ലസ് 10 ആണ് അല്ലേ. വൈറ്റ് ബീഡ്സിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വൈറ്റ് ബീഡ്സ് കിട്ടി 45 എന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 55 കിട്ടും. കണ്ടോ? അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എനിക്ക് 45ഉം കിട്ടി, ബ്ലാക്ക് ബീഡ്സ് എനിക്ക് 55ഉം കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. അപ്പോൾ എനിക്ക് 100 കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ആ ബോക്സിലുള്ള ബീഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. The price of the table and 4 chairs is 40,000 rupees. What is the price of each? അതായത് ഞാനൊരു ടേബിളും ചെയറും കൂടെ വാങ്ങിയില്ലേ. എൻ്റെ വീട്ടിലേക്ക് ഞാനൊരു ടേബിളും ചെയറും കൂടെ വാങ്ങി. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വിലയെന്ന് പറയുന്നത് 11,000 rupees ആണ്. ദ പ്രൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. പക്ഷേ ഞാൻ എന്ത് ചെയ്ത്, ഒരു ടേബിളും ഒരു ചെയറും വാങ്ങിച്ചപ്പോൾ എനിക്ക് 11,000 rupees ആയിരുന്നു. ഇനി ഞാൻ ഒരു ടേബിളും 4 ചെയറുമാണ് വാങ്ങിക്കുന്നതെങ്കിൽ എനിക്ക് 14,000 rupees ആണ് കൊടുക്കേണ്ടി വന്നത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ടേബിളും ഒരു ചെയറും വാങ്ങിക്കാൻ എത്ര രൂപയായി?
ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വിലയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, നമുക്കിവിടെ എന്തെങ്കിലും ബന്ധം പറയുന്നുണ്ടോ? നമുക്കിവിടെ മോറോ ലെസ്സോ ദാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്, ഒന്ന് മറ്റൊന്നിനെ കമ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യും? എക്സും യൂസ് ചെയ്യും, വൈയും യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിന് ഒന്നുകിൽ ടേബിളിന് അല്ലെങ്കിൽ ചെയറിന് എക്സ് എന്ന് വിളിക്കാം. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതണം. ലെറ്റ് ദ പ്രൈസ് ഓഫ് 1 table be x. 1 table be x and price of 1 chair be y. അപ്പോൾ നമ്മൾ ഒരു ടേബിളിൻ്റെ പ്രൈസിനെ എക്സ് എന്ന് വിളിച്ചു, ഒരു ചെയറിൻ്റെ പ്രൈസിനെ നമ്മൾ വൈ എന്ന് വിളിച്ചു. നമുക്ക് അടുത്ത എന്താ പറയുന്നത്? ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees അല്ലേ. ഞാൻ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ എക്സ് എന്നാണ് വിളിച്ചത്. എക്സ് പ്ലസ് ഒരു ചെയർ, അതായത് എൻ്റെ വൈ, ഇത് രണ്ടും കൂടെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 11,000 rupees ആണ് ആയത്. സോ ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 1. സോ ഇവിടെ നമ്മൾ പഠിച്ചത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11,000 rupees. അതായത് ഞാൻ ഒരു ടേബിളും ഒരു ചെയറും കൂടെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 11,000 rupees ആണ് അവിടെ ആയത്. ഇനി അടുത്ത എന്താ എനിക്ക് പറയുന്നത്? ഒരു ടേബിളും 4 ചെയറും വാങ്ങിച്ചപ്പോൾ അത് 14,000 ആയല്ലേ. അപ്പോൾ ഒരു ടേബിള് പ്ലസ് 4 ചെയർ 4y, 4 ചെയർ വാങ്ങിച്ചപ്പോൾ എനിക്ക് 14,000 കിട്ടി. അത് എൻ്റെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എനിക്ക് ഒരു പെയർസ് ഓഫ് ഇക്വേഷൻസ് ആയില്ലേ, 2 ഇക്വേഷൻസ് ആയി ഇല്ലേ. അപ്പോൾ എനിക്കിതിന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഏതാണോ വലിയ നമ്പർ വരുന്നത് ആ ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. എന്നിട്ട് അടുത്ത ഇക്വേഷൻ നമ്മൾ അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. സോ നമ്മൾ തിരിച്ചെഴുതും. വലിയ ഇക്വേഷൻ ആദ്യം എഴുതും. എക്സ് പ്ലസ് 4y എനിക്ക് 14,000ഉം എക്സ് പ്ലസ് വൈ എനിക്ക് 11,000ഉം ആയി. ഇനി എന്താ ചെയ്യുക? ഇനി നോക്കേ, നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, ഞാനിവിടെ എക്സിൻ്റെയും വൈൻ്റെയും വില എടുത്തെഴുതും. എക്സിൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയും. കോഎഫിഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? നമ്മുടെ ഈ എക്സിൻ്റെ മുന്നിൽ കിടക്കുന്ന ആൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. വൈയുടെ മുന്നിൽ കിടക്കുന്ന ആളിനെ നമ്മൾ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ 4y, ഇവിടെ നമ്മുടെ വൈയുടെ മുന്നിൽ കിടക്കുന്ന ആളാരാ? 4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 4 ആണ്. ഇവിടെ നമ്മുടെ എക്സിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ വെറുതെ വിടത്തില്ല, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും കൂടെയുള്ള ആൾക്കാരെ നമ്മൾ എടുത്ത് എഴുതും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ 2 y ആണ്, 2 1 ആണ്. വൈൻ്റെ മുന്നിൽ ഒരെണ്ണം 4ഉം ഒരെണ്ണം 1ഉം ആണ്. ഇനി ഞാൻ നോക്കും, എനിക്ക് എക്സിൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ? അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എക്സിൻ്റെ വാല്യൂസ് രണ്ടും എനിക്ക് ഈക്വൽ ആണല്ലേ. 1ഉം ഒരെണ്ണം 1ഉം ആണ്, രണ്ടും എനിക്ക് 1 ആണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ ഇക്വേഷൻസിനെ മൈനസ് ചെയ്യണം, സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എക്സിൻ്റെയോ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് എക്സിൻ്റെയോ വൈൻ്റെയോ വാല്യൂസ് ഈക്വൽ ആണോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എക്സിൻ്റെത് 1 ആണ്, രണ്ടും 1 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യും, കുറയ്ക്കും. കാരണം നമുക്ക് എന്നാലേ എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ, പ്രൈസ് ഓഫ് ചെയറും ടേബിളും കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഇക്വേഷൻസ് കുറയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരെണ്ണം അല്ല കുറയ്ക്കുക, ഈ ഇക്വേഷൻസിനെ മൊത്തത്തിൽ കുറയ്ക്കണം. ഈ എക്സിൽ നിന്ന് ഈ എക്സ് കുറയ്ക്കണം, 4y നിന്ന് y കുറയ്ക്കണം, ഈ 14,000 11,000 കുറയ്ക്കണം. ഇത് മൊത്തത്തിൽ നമ്മൾ കുറയ്ക്കണം, അല്ലാതെ നമ്മൾ എക്സിനെ മാത്രം കുറയ്ക്കരുത്. അപ്പോൾ നമുക്ക് കുറയ്ക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ എക്സിൽ നിന്ന് എക്സ് കുറച്ചപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ കുറയ്ക്കുകയാണ്. എക്സിൽ നിന്ന് എക്സ് കുറച്ചപ്പോൾ എനിക്ക് 0, അവിടെ ഒന്നുമില്ല. ഓക്കെ, അത് ഞാനങ്ങ് വിട്ടു. ഇനി 4y നിന്ന് y കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4y ഉണ്ട്. അതിൽ നിന്ന് ഒരു y കുറയ്ക്കുമ്പോൾ ബാക്കി എൻ്റെ കയ്യിൽ 3y ഉണ്ട്. സീക്വൽ ടു 14,000 നിന്ന് 11,000 കുറയ്ക്കുമ്പോൾ എനിക്ക് 3,000 കിട്ടും. ഇനി ഇതെനിക്ക് y മാത്രം മതി. അപ്പോൾ ഈ 3നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കും, അത് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും. സോ 3,000 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം y ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ എനിക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. y എന്ന് വെച്ചാൽ ഒരു ചെയറിൻ്റെ പ്രൈസ് 1000 ആണ്. ഇനി എനിക്ക്
ടേബിളിൻ്റെ പ്രൈസ് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും എളുപ്പമുള്ളൊരു ഇക്വേഷൻ എടുത്ത് എഴുതുക. അവിടെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ചെറിയൊരു ഇക്വേഷൻ എടുത്ത് എഴുതുക. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000. ഇതിൽ എനിക്ക് കിട്ടിയ വൈയുടെ വാല്യൂ ആണെങ്കിൽ വൈയുടെ വാല്യൂ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻ്റെ കയ്യിൽ വൈയുടെ വാല്യൂ ഉള്ളത്, സോ എക്സ് പ്ലസ് 1000 ആ വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 11,000. ബാക്കി അതേപോലെ ഇടാം. ഇനി എക്സ് കണ്ടുപിടിക്കുക, എക്സ് മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി അപ്പുറം കൊണ്ടുപോവുക. അപ്പം 11,000 മൈനസ് 1000, 11,000 നിന്ന് മൈനസ് 1000 ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു ചെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 വൈ ആണ്. വൈ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ 1000-ഉം ഒരു ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 10,000 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്സ് ഓഫ് പ്രോബ്ലം പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.